സുഗമോദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മേരി തോമസിനെ കുറിച്ച് തനൂജ അപമര്യാദയായി പെരുമാറുന്ന സമയത്ത് ചന്ദ്രമതി അറിയാതെ തന്നെ അവർ നിങ്ങളുടെ അമ്മയാണെന്നിങ്ങനെ പറയാൻ പോകുന്നുണ്ടെങ്കിലും പിന്നീട് പെട്ടെന്ന് തിരുത്തി മന്ത്രിയാന്നൊക്കെ പറയണു. ഇത് കേട്ടിട്ട് ത്യാഗരാജനും തനൂജയ്ക്കും നല്ല സംശയങ്ങൾ തോന്നുന്നുണ്ട്. പിന്നീട് അവർ അതിനെക്കുറിച്ച് തർക്കിക്കാനൊന്നും നിൽക്കുന്നില്ല. പിന്നെ നന്ദനും ദേവിയെയും കൂടി മുരളിയുടെ വീട്ടിൽ ചെല്ലുവാണ്. മുരളിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ നവീൻ വന്നിട്ടുണ്ട്. അപ്പം നന്ദു നവീനോട് ഇങ്ങനെ പറയുന്നുണ്ട്, പണം ഇല്ലെങ്കിൽ ആർക്കും ആരെയും ഒരു വിലയുണ്ടാവില്ല. പണ്ട് ഞങ്ങൾ ചന്ദ്രോത്ത് തറവാട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാവർക്കും ഞങ്ങളോട് നല്ല ഇഷ്ടവും സ്നേഹവും ഒക്കെ ആയിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം അവരാരും ഞങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കുകയോ അന്വേഷിക്കുകയോ പോലും ചെയ്തില്ല. ഇപ്പം ഞങ്ങളുടെ കയ്യിൽ സമ്പത്തൊന്നും ഇല്ല എന്നുള്ള വിവരം എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കാണ്ട് ഇരിക്കണേന്നൊക്കെ പറയുമ്പം നവീൻ പറയുന്നുണ്ട്, അതോർത്ത് നന്ദുവേട്ടൻ വിഷമിക്കുന്നുണ്ടാ, നന്ദുവേട്ടന് നല്ലൊരു ജോലി ഞാൻ ഗൾഫിൽ ശരിയാക്കി തരാം, നന്ദുവേട്ടൻ എൻ്റെ കൂടെ പോരേന്നൊക്കെ പറയണു. അപ്പോൾ ദേവി പറയുന്നുണ്ട്, അങ്ങനെ നന്ദു അങ്ങോട്ട് പോരാനൊന്നും പറ്റില്ല, ഇവിടെ തന്നെ എന്തെങ്കിലും ഒരു ജോലി നന്ദുവിന് കിട്ടുവാണെങ്കിൽ അതായിരുന്നു നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് ത്യാഗരാജനെയാണ് കാണിക്കുന്നത്. മേരി തോമസും ചന്ദ്രമതിയും തമ്മിൽ എന്തോ ഒരു അടുപ്പം ഉണ്ടെന്നുള്ളത് ത്യാഗരാജന് മനസ്സിലായിട്ടുണ്ട്. ആ അടുപ്പം എങ്ങനെയെങ്കിലും തകർക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ത്യാഗരാജൻ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നീട് ശശാങ്ക വക്കീലിനെ വിളിച്ച് ത്യാഗരാജൻ ചന്ദ്രോത്തുകാരെ തകർക്കണ പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ത്യാഗരാജന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ശശാങ്കം വക്കീൽ ത്യാഗരാജനെ പറ്റിക്കുക എന്നുള്ള വിവരം. അയാൾ വെള്ളമൊക്കെ കുടിച്ച് പൂസായി അയാളുടെ മനസ്സിലുള്ള വിവരങ്ങളൊക്കെ അറിയാതെ ത്യാഗരാജനോട് പറഞ്ഞു എന്ന് വിചാരിച്ചാണ് ത്യാഗരാജൻ ഇരിക്കുന്നത്. പക്ഷേ ശശാങ്കം വക്കീൽ വെള്ളം കുടിച്ചിട്ടുമില്ല. അയാൾ മനഃപൂർവ്വം ഓരോന്ന് ഇവനോട് പറഞ്ഞതാണെന്നുള്ളതൊന്നും ത്യാഗരാജന് അറിയുമില്ല. അപ്പോൾ തനൂജയും ത്യാഗരാജനും അതോർത്ത് ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം അവർക്ക് കിട്ടിയിരിക്കുന്നത് ഒരു മണ്ടൻ വക്കീലിനെയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അവർ ഈ കേസ് ജയിക്കൂല എന്നുള്ള ഉറപ്പിലാണ് ത്യാഗരാജനും തനൂജയും നിൽക്കുന്നത്. പിന്നീട് ചന്ദ്രമതി മേരി തോമസിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മേരി തോമസ് പറയുന്നുണ്ട്, തനൂജ ഇന്നിവിടെ വന്നിരുന്നു, അവൾ എന്നോട് ഒരുപാട് മോശമായി സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, അവൾ അതിവിടെ വന്ന് എന്നോട് പറഞ്ഞു, പക്ഷേ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും മേഡം, എനിക്ക് അവളോട് ഒന്നും പറയാൻ പറ്റിയില്ല, ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയേനെ നിങ്ങൾ അവളുടെ അമ്മയാണെന്നുള്ള വിവരം. പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ അത് നിയന്ത്രിച്ചു, ഞാൻ പറഞ്ഞില്ല. എത്രയും വേഗം മേരി തോമസ് അവളുടെ അമ്മയാണെന്നുള്ള വിവരം തനൂജ അറിയണം. അവൾക്ക് ചന്ദ്രോത്തുകാരോടുള്ള വൈരാഗ്യം എത്രയും പെട്ടെന്ന് മേഡം പറഞ്ഞില്ലാതാക്കണം, അല്ലെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് എത്തിക്കും. ത്യാഗരാജനും തനൂജയും ചന്ദ്രോത്തുകാരെ ഭയങ്കര ശത്രുക്കളായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ശത്രുത എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ എല്ലാവർക്കും അത് ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ മേഡം എത്രയും വേഗം ആ സത്യങ്ങളെല്ലാം തനൂജയെ അറിയിക്കണം എന്ന് പറയണു. അപ്പോൾ മേരി തോമസ് പറയുന്നുണ്ട്, ഇത്രയും കാലം അമ്മയെ കണ്ടുപിടിച്ച് കൊടുക്കാൻ പറഞ്ഞാണ് അവൾ എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നത്. ഇനി ഞാൻ പെട്ടെന്ന് ഞാനാണ് അവളുടെ അമ്മ എന്ന് പറഞ്ഞാൽ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഇത്രയും നാളും അവൾ സിദ്ധാർത്ഥൻ സാറാണ് അവളുടെ അച്ഛനെന്നാണല്ലോ വിചാരിച്ചിരുന്നത്. പിന്നെ പെട്ടെന്ന് ബലരാമൻ സാറാണ് അച്ഛൻ എന്ന് പറയുമ്പോഴും അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. അത് ഭയന്നിട്ടാണ് ഞാനത് പറയാത്തത്. ഇനിയിപ്പോൾ എന്തായാലും നമ്മളങ്ങനെ ഭയന്നുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് ഇത് അറിയിക്കണം ചന്ദ്രമതി പറയുമ്പോൾ അതിന് പറ്റിയൊരു അവസരം നമുക്ക് റെഡിയാക്കാം. ആ സമയത്ത് ഞാൻ എല്ലാ വിവരങ്ങളും അവളോട് പറയാം എന്നൊക്കെ മേരി തോമസ് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ത്യാഗരാജന് ഒരാൾ ഫോൺ ചെയ്യുന്നതാണ്. ഒരു സ്ത്രീയാണ് കേട്ടോ ഫോൺ ചെയ്യണത്. അവരെ വ്യക്തമായിട്ടൊന്നും കാണിക്കുന്നില്ല. ഇതിനു മുമ്പ് സീരിയലിൽ കാണിച്ചിട്ടുള്ളതൊന്നും അല്ല അവർ പറയുന്നുണ്ട്, ചന്ദ്രോത്തുകാർ ഇനി ഒരിക്കലും തല പൊക്കില്ല എന്നുള്ള ഉറപ്പ് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതിന് വിപരീതമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വെറുതെ വിടൂല, അത് വിചാരിച്ച് നിങ്ങൾ ഇരിക്കേണ്ട. ചന്ദ്രോത്തുകാർ ഇനി ഒരിക്കലും തല പൊക്കാൻ പാടില്ല. അതുപോലെ തന്നെ ആ പ്രഭാവതി ഇനി ഒരിക്കലും തല ഉയർത്തി നടക്കാൻ പാടില്ല. ആ ഒരു അവസ്ഥയിലേക്ക് പ്രഭാവതിയെ നിങ്ങൾ കൊണ്ടുപോയി എത്തിക്കണം. അവർ ഏർപ്പാട് ചെയ്ത വക്കീലിനെ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ വരുതിയിലാക്കണം. എന്നിട്ട് നമ്മൾ തീരുമാനിക്കുന്നത് പോലെ ആയിരിക്കണം അയാൾ കോടതിയിൽ കേസ് വാദിക്കുന്നത്. അയാൾക്ക് വേണ്ട കാശ് എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ കൊടുത്തോളാം. അതിനൊന്നും ഒരു കുറവും വരുത്തണ്ട. നമ്മളുടെ ആളാണ് വക്കീലെന്നുള്ള കാര്യം മറ്റാരും അറിയാതിരിക്കാനും ശ്രദ്ധിക്കണം എന്നൊക്കെ ത്യാഗരാജനോട് ഒരു സ്ത്രീ ഫോൺ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട്, മേഡം അതോർത്ത് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് വരുന്നത്. ആ വക്കീൽ ശരിക്കും ഒരു മണ്ടൻ വക്കീലാണ്. അയാൾ എല്ലാ കാര്യങ്ങളും വെള്ളമടിച്ച് എന്നോട് വള്ളി പുള്ളി വിടാണ്ട് പറഞ്ഞിട്ടുണ്ട്. അയാൾ ചന്ദ്രോത്ത് വീടാന്നും പറഞ്ഞ് മാറി കയറി വന്നതാണ് തേവക്കാട്ട് വീട്ടിലേക്ക്. അപ്പോൾ അയാൾക്ക് എത്രത്തോളം ബോധമുണ്ടെന്നുള്ളത് മേഡം ചിന്തിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് ഒരു കാരണവശാലും സിദ്ധാർത്ഥൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമെന്നോർത്ത് മേഡം ടെൻഷൻ ആവണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ആ ഒരു ഇതിലാണ് ഈ സീൻ അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.